ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും 2 ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആർക്കും ഉണ്ടാക്കാവുന്നതാണ്, കാരണം ഈ പറയുന്ന പഞ്ചസാരയും പാലും ഒക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് 1/2 ലിറ്ററിൻ്റെ ആണ്. അപ്പോൾ നമുക്കിത് 2 തവണയായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ എടുക്കുന്ന പാല് എപ്പോഴും നല്ല എന്താ പറയുക, പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചിട്ട് അതേപടി ഒഴിച്ചിട്ടുള്ള പാലായിരിക്കണം. തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലോ അല്ലെങ്കിൽ തിളപ്പിച്ച പാലോ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ വീണ്ടും ചൂടാക്കുമ്പോൾ നെയ്യ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുൽഫിയുടെ ടേസ്റ്റ് അപ്പാടെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച ഉടനെ തന്നെ എടുത്തിട്ടുള്ള 1 ലിറ്റർ പാലാണിത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെയ്യാനുള്ളത്, ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ പാലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അതായത് സൈഡുകളിൽ നിന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വരുമല്ലോ, ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സൈഡിലൊക്കെ കണ്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് പതുക്കെ ഫ്ലെയിം ഒന്ന് ഒരു ലോവിലോട്ട് മാറ്റണം. ഇപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമുക്ക് ലോവിലോട്ട് മാറ്റിയിട്ട് വേണം ഇതിനി പതുക്കെ ഇതിലത്തെ പാലൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ പാല് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ വറ്റിച്ചെടുക്കും തോറും പാലിൻ്റെ പാടയെല്ലാം ഇങ്ങനെ സൈഡുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്കതൊന്ന് വടിച്ചെടുത്ത് കൊടുക്കാം. ഈ പാലിൻ്റെ പാടയാണ് നമ്മുടെ ഈ ഒരു കുൽഫീയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇച്ചിരി തരികളോട് കൂടിയിട്ടുള്ളതാണ് പാലിൻ്റെ പാടയായിട്ട് വരിക. അപ്പോൾ ഇനി നമുക്കിതാ ഞാൻ ഒരു കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുത്ത് വീണ്ടും ആ പാടകൾ പാലിലോട്ട് ഇട്ട് അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിം എല്ലാം ഇടയ്ക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. അങ്ങനെ നമുക്ക് ഈ പാല് ഇച്ചിരി അങ്ങ് വറ്റിച്ചെടുക്കണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കാണാൻ കണ്ടോ, പാലൊക്കെ ഇങ്ങനെ തിളച്ച് പൊന്തി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പാടകളൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. അപ്പോൾ വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലാക്കുക, വീണ്ടും ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. അപ്പോൾ ഇടയ്ക്ക് നമുക്കിതിൽ ഞാൻ ഒരു ടിപ്പും കൂടെ പറയാം. ആ ഒരു സമയം ഇപ്പം നമ്മളെങ്ങാനും ചിലപ്പോൾ മിക്കവർക്ക് അറിയുന്നുണ്ടാവും, എങ്കിലും ഞാൻ പറയുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് അടുപ്പത്ത് പാലൊക്കെ വെച്ചിട്ട് അങ്ങനെ മാറിപ്പോകുന്ന ഒരു സമയത്ത് അത് തിളച്ച് പൊങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മരത്തിൻ്റെ ഒരു തവയുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കുറുകെ വെക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുവാണെങ്കിൽ ഈ ഒരു കണ്ടോ, ഇതിങ്ങനെ തിളച്ച് കഴിഞ്ഞാലും ആ മരത്തിൻ്റെ നമ്മളെ തടി അല്ലെങ്കിൽ തവ വെച്ചതുകൊണ്ട് അതങ്ങനെ അങ്ങ് ഇരിക്കും. അപ്പോൾ അതിങ്ങനെ തിളച്ച് പോകത്തില്ല. അപ്പോൾ അതൊരു കൊച്ചു ടിപ്പാണ്. ഞാനപ്പം ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ ഓർത്തെന്ന് നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇനി ഒന്നുമില്ല, വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒഴിച്ച പാലിനേക്കാളൊക്കെ ഒത്തിരി വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് പോരാ, കുറച്ചും കൂടെ ഒന്ന് വറ്റണം. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ പാലും പഞ്ചസാരയും തന്നെയാണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു രുചി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡുകളിലുള്ള ആ ഒരു പാൽപ്പാട നമുക്കിതേപോലെ തന്നെ ഒന്നും കൂടി ഒന്ന് വടിച്ചെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുള്ളൂ. 1/2 കപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്, പക്ഷേ 1/4 കപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. കാരണം ഈ ഒരു കുൽഫിക്ക് ഒത്തിരി മധുരമായി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മട്ടച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാരൊക്കെ നോക്കിയിട്ട് ഇടാം. ഞാൻ പക്ഷേ 1/4 കപ്പേ ചേർത്തുള്ളൂ. അതിവിടെ കറക്റ്റായിരുന്നു 1 ലിറ്റർ പാലിന്. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും മതി. ഇപ്പം നമുക്ക് ഇച്ചിരി ലൂസൊക്കെ ആയിട്ട് ഇരിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ടോ, ഇതിനകത്ത് തരികളൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടതും. അപ്പോൾ ചൂടാറട്ടെ. അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഒന്നും കൂടെ ഇതിൻ്റെ പാത്രത്തിൻ്റെ സൈഡുകളിലൊക്കെയുള്ള പാടകളൊക്കെ ഒന്ന് വടിച്ചെടുക്കുക. അതിനകത്ത് തന്നെ തിരിച്ചിടുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നമ്മൾ മോൾഡിനകത്താണ് വെക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഈ ഒരു മോൾഡിലോട്ട് കോരി ഒഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഞാനിന്ന് ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പാത്രത്തിലോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ പോലത്തെ നമുക്ക് ഐസ്ക്രീം ആയിട്ട് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ ഒരു നമ്മൾ ഐസ് ലോലിയിലൊക്കെ ഒരു മോൾഡിനകത്ത് ഇത് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ കപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് ഐസ്ക്രീമിൻ്റെ പോപ്പ് സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് നടുവേ കുത്തി കൊടുത്തിട്ട് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്തെടുത്തെന്നാലും നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിന്നത് ഫ്രീസറിനകത്ത് ഏകദേശം ഒരു 7 മണിക്കൂറാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അതായത് ഒരു രാത്രി മുഴുവൻ ഞാൻ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഈ ഒരു ഇതിൻ്റെ ഐസ് ലോലിയുടെ ഒരു മേലത്തെ ഒരു ഭാഗം പോപ്പ് സ്റ്റിക്കിൻ്റെ ഭാഗം ഞാനൊന്ന് കുത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം, എന്നിട്ട് നോക്കാം. അങ്ങനെ ഞാൻ ഇവിടെ ഫ്രീസറിനകത്ത് 7 മണിക്കൂർ രാത്രി മുഴുവൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിതൊന്ന് കാണിക്കാട്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുൻപ് നമുക്കിതിന് പെട്ടെന്ന് തന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഊരി പോകത്തില്ല. അപ്പം നമ്മുടെ കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിരുമിയെടുക്കുകയോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ നല്ല ഈസി ആയിട്ടും സ്മൂത്ത് ആയിട്ടും പോരും. അങ്ങനെ നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള കുൽഫി റെഡിയാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പം നമ്മൾക്ക് കടകളിലൊക്കെ എന്തുമാത്രം പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ കൺമുൻപിൽ നമുക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇത് തണുപ്പിക്കേണ്ട ഒരു സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഐസ് ലോയിൽ അല്ലെങ്കിൽ ഒരു കുൽഫിയാണിത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.